ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പം ഈ വീഡിയോ ചെയ്യാൻ വന്നിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ വയനാട് മുണ്ടക്കയിലുണ്ടായ ആ ഒരു ദുരന്തം, അത്രയും കാഷ്വാലിറ്റീസും കാര്യങ്ങളും ഉണ്ടായി. ഇപ്പം ഏകദേശം ഒരു 2 ആഴ്ചയോളമായിട്ടുണ്ട് അത് നടന്നതിന് ശേഷം. എന്നാൽ പോലും അതിൻ്റെ ആ ദുരന്തത്തിൻ്റെ ആഘാതം ഇതുവരെയുമായിട്ടും മാറിയിട്ടില്ല. പക്ഷേ എല്ലാവരും നല്ല സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരെ നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ഇനിയും പറ്റും. എല്ലാവരും സപ്പോർട്ടീവാണ്. അത് കൂടാതെ തന്നെ ഇപ്പം വയനാട് എന്ന് പറയുന്നൊരു ജില്ല ഇപ്പം ഏകദേശം 2300 സ്ക്വയർ കിലോമീറ്ററോളം വരുന്ന ഒരു ഒരു ജില്ലയാണ്. അതിൻ്റെ അകത്ത് 8 ലക്ഷത്തിന് മുകളിൽ ആൾക്കാരും താമസിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പോർഷനിലാണ് നമുക്കിപ്പോൾ ഈ ഒരു ദുരന്തം ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഈ വയനാട്ടിനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ടൂറിസവും നമ്മൾ ചെയ്യുന്ന റിയൽ എസ്റ്റേറ്റും എല്ലാം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് വയനാടിനെ വെച്ച് നോക്കുമ്പോൾ. അത് മാത്രമല്ല, ഹോട്ടൽസ് ആവട്ടെ, ടാക്സി ആവട്ടെ, എല്ലാ മേഖലയിനെയും അത് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട് സംഭവം എന്ന് പറയുന്നത്. പക്ഷേ എല്ലാവരും നമ്മളിപ്പം ഇടുന്ന വീഡിയോസിലാണെങ്കിൽ പോലും ഒരിക്കലും അവിടെ സംഭവിച്ചിട്ടില്ലാത്തൊരു ഏരിയയാണ്. പുൽപ്പള്ളിയിലാവട്ടെ, അല്ലെങ്കിൽ പനമരത്താവട്ടെ, മാനന്തവാടിയിലാവട്ടെ, കൽപ്പറ്റയിലാവട്ടെ, എവിടെ നമ്മൾ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാലും വയനാട് ഡീഗ്രേഡ് ചെയ്തിട്ടാണ് ആൾക്കാരുകൾ സംസാരിക്കുന്നത്. വയനാട് മൊത്തത്തിൽ സെൻസിറ്റീവ് ഏരിയ എന്നുള്ള രീതിയിലേക്കാണ് ആൾക്കാർ പറയുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെ ഒരു ധാരണ എന്ന് പറയുന്നത് അതൊരു തെറ്റിദ്ധാരണയാണ്. ഇങ്ങനെ ഉരുൾപൊട്ടലുണ്ടാകുന്ന ഏരിയാസും ഉണ്ട്. അത് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല സംഭവം എന്ന് പറയുന്നത്. പക്ഷേ ചില ഏരിയാസിലേക്ക് നടന്നിട്ടുമുണ്ട്, അതിൽ നടക്കാനുള്ള സാധ്യതകളും ഉണ്ട്. ഇല്ലാത്ത പക്ഷം അതെല്ലാം സേഫ് ആയിട്ടുള്ള ഏരിയാസ് തന്നെയാണ്. ഫ്ലഡ് അഫക്റ്റ് ചെയ്യാത്ത ഏരിയകൾ ഇഷ്ടം പോലെ ഉണ്ട് വയനാട്ടിൽ. പക്ഷേ എല്ലാത്തിനെയും മൊത്തത്തിൽ അടച്ചാണ് പറയുന്നത്. അപ്പം എല്ലാവരും കൂടെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വയനാട് കുറച്ചും കൂടെ പഴയതുപോലെ ആകും. ഈ ഒരു കാര്യങ്ങളും കൂടെ എല്ലാവരും ശ്രദ്ധിക്കുകയാണെങ്കിൽ, സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ഉണ്ട്, പക്ഷേ ഈ ഒരു കാര്യങ്ങളും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റും. താങ്ക് യു.